السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും സംഭവിച്ചു എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ അല്ലാഹു നമുക്ക് പുറത്തു തരികയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഇടം നൽകി അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിനെ അല്ലാഹു നമ്മുടെ അനുകൂല സാക്ഷിയാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങളും നോമ്പുകളും ഇബാദത്തുകളും എല്ലാം അല്ലാഹു തആല പൂർണ്ണാർത്ഥത്തിൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സമാധാനം സ്ഥാപിക്കുമാറാകട്ടെ. യുദ്ധഭീതിയിൽ അകപ്പെട്ടിരിക്കുന്ന ധാരാളം മനുഷ്യർ, കോടിക്കണക്കായ മനുഷ്യന്മാർ, അല്ലാഹു യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കി അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുമാറാകട്ടെ. മനുഷ്യത്വത്തിന്റെയും നന്മയുടെയും ശത്രുക്കളായ ഇസ്രായേലിനെയും അമേരിക്കയും അല്ലാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ഇന്നലെ വിവാഹം കഴിക്കപ്പെടുന്ന പെണ്ണിനുള്ള നിർബന്ധമായും അവളിൽ ഉണ്ടായിരിക്കേണ്ട ശറഈയ യോഗ്യതകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇനി നമ്മൾ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. വിവാഹത്തിന് മുമ്പ് 2 ചടങ്ങുകൾ നടക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൽ ഒരു നിക്കാഹിന് മുമ്പ് നടക്കേണ്ടത് 2 ചടങ്ങുകൾ മാത്രമാണ്. അത് രണ്ടും സുന്നത്തുമാണ്. അതല്ലാതെ ഒരു ചടങ്ങും ഇസ്ലാമിലില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്ന ചടങ്ങുകളൊക്കെ അതൊക്കെ മാമൂലുകളാണ്. അതിനൊന്നും ശറഉമായിട്ട് യോജിപ്പൊന്നുമില്ല. ഒന്ന്, പെണ്ണ് കാണുക എന്നുള്ളതാണ്. 2, വിവാഹം നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും മാത്രമേ ശരീഅത്ത് സുന്നത്താക്കി കൽപ്പിച്ചിട്ടുള്ളൂ. അതിലുപരി ഇന്ന് നടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അത് വാച്ച് കെട്ടലാണെങ്കിലും വളയിടലാണെങ്കിലും വിവാഹാനന്തരം നടക്കുന്ന കൂട്ടിക്കൊണ്ടുപോകലോ കൂട്ടിക്കൊണ്ടുവരലോ വീട് കാണലോ അടുക്കള കാണലോ പള്ള കാണലോ എന്താണെങ്കിലും ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാം നിയമമാക്കിയ കാര്യങ്ങളല്ല. പെണ്ണ് കാണുക എന്നുള്ളത് ഒരു സ്ത്രീ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ ആ പെണ്ണിനെ കാണുക എന്നുള്ളത് അത് സുന്നത്താണ്. പക്ഷെ ഇന്നത് കുറച്ചുകൂടി ഓവറായിട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ കണ്ട് ആ കാണൽ കുറച്ച് ഓവറായി പോകുന്നൊരവസ്ഥ ഇന്നുണ്ട്. വിവാഹത്തിന് മുമ്പ് തന്നെ അവരൊരുമിച്ച് യാത്ര ചെയ്യുക, പാർക്കുകളിലും കടലോരങ്ങളിലും പോയി വിശ്രമിക്കുക, കുറച്ചുകൂടി കടന്നതിനപ്പുറത്തുള്ള പല ബന്ധങ്ങളിലേക്കൊക്കെ പോവുക, അത്തരമൊരു രീതി നിക്കാഹിന് മുമ്പ് ഇന്ന് നമുക്കിടയിൽ കാണപ്പെടാറുണ്ട്. ഇതൊക്കെ വളരെ ഗുരുതരമായ തെറ്റാണ്. ഒരു സ്ത്രീയെ കല്യാണം ആലോചിച്ചാൽ അവളുമായി നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ആ സ്ത്രീയുമായിട്ട് പാടില്ല. അമേരിക്കയിൽ 80% പുരുഷന്മാരും 50% സ്ത്രീകളും വിവാഹത്തിന് മുമ്പ് വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരാണ് എന്നാണ് അവിടെ നിന്നുള്ള പഠനങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ടാണ് കുടുംബ സംവിധാനത്തിന് അവിടെ വലിയ നിലനിൽപ്പില്ലാതെ പോയത്. വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്കകം ആ ബന്ധങ്ങൾ അവസാനിച്ചു പോകുന്നത്. വിവാഹത്തിലൊരു പുതുമ അവർക്കില്ല. വിവാഹശേഷം അവർ ആസ്വദിക്കേണ്ടതെല്ലാം വിവാഹത്തിന് മുമ്പ് ആസ്വദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് മടുപ്പ് വരും. അങ്ങനെ ദാമ്പത്യ ജീവിതം മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് അവസാനിക്കുക. റഷ്യയിൽ കുറച്ചുകൂടി കടന്ന്
6 മാസം വരെ വൈവാഹിക ജീവിതം പരീക്ഷിച്ചു നോക്കിയിട്ടാണ് അവർ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക. 6 മാസം ഒരുമിച്ച് ജീവിക്കും. തൃപ്തികരമാണെങ്കിൽ അവർ തുടർന്ന് വിവാഹം കഴിക്കും, അല്ലെങ്കിൽ അവർ വേർപിരിയും. ആ ഒരു രീതിയാണ് റഷ്യയിലുള്ളത്. പരിശുദ്ധ ഇസ്ലാം ഒരു മധ്യമമായ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ തീരെ കാണണ്ട എന്നല്ല, അവളെ കാണണം, കണ്ടിഷ്ടപ്പെടണം. പക്ഷെ അതിലുപരിയുള്ള ബന്ധങ്ങളൊന്നും അവളുമായിട്ട് നിക്കാഹിന് മുമ്പ് അനുവദിക്കുന്നില്ല. ഈ ഒരു മധ്യമ നിലപാടാണ് എല്ലാ കാര്യത്തിലും എന്നതുപോലെ പരിശുദ്ധ ഇസ്ലാമും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ പെണ്ണ് കാണൽ സുന്നത്താണ്, ഒരു സുന്നത്തായൊരു ചടങ്ങാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇദാ ഖതബ അഹദുക്കും അൽ മർഅത, നിങ്ങൾപ്പെട്ട ഒരാൾ ഒരു പെണ്ണിനെ വിവാഹമാലോചിക്കുകയാണെങ്കിൽ ഫഇൻ ഇസ്തതാഅ അൻ യൻദുറ ഇലൈഹ, അവളെ നിങ്ങൾക്കൊന്ന് കാണാൻ കഴിയുമെങ്കിൽ, ഫഇൻ ഇസ്തതാഅ അൻ യൻദുറ, അവളെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ. എന്തിനാ കാണുന്നത്? ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പ്രേരകമായ എന്തെങ്കിലും കാര്യങ്ങൾ അവളിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് അവളെ ഒന്ന് കാണാനോ നോക്കാനോ കഴിയുമെങ്കിൽ അതങ്ങനെ ചെയ്യട്ടെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു സുന്നത്തായ ചടങ്ങാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ ഇന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ അവളെ കണ്ടോ? അദ്ദേഹം പറഞ്ഞു, കണ്ടിട്ടില്ല, എനിക്ക് ആ പെണ്ണിനെ അറിയാൻ, ഞാൻ കണ്ടിട്ടില്ല, ഇന്ന ആളുടെ മകളാണത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവളെ ഒന്ന് കാണണം, കാരണം അൻസാരി പെണ്ണുങ്ങൾക്ക് കണ്ണിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, അപ്പൊ അവിടെ അൻസാരി പെണ്ണാണല്ലോ അത്, നീ ഒന്ന് കണ്ടു നോക്ക്, അവളുടെ കണ്ണിനെന്തോ പ്രശ്നങ്ങൾ അൻസാരി സ്ത്രീകൾക്ക് പൊതുവെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മുഗീറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്ന കാര്യം നബിയോട് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവളെ കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ നീ പോയി കാണണം. പ്രവാചകന്റെ കൽപ്പന അനുസരിച്ച് ഞാൻ ആ സ്ത്രീയെ കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നു. ആ സ്ത്രീയുടെ മാതാപിതാക്കളോട് കാര്യം പറഞ്ഞു, നിങ്ങളുടെ മകളെ കാണണമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ സമ്മതിച്ചില്ല, ഞങ്ങളുടെ മകളെ കല്യാണത്തിന് മുമ്പ് കാണാൻ അനുവദിക്കില്ല എന്നവർ തീർത്തു പറഞ്ഞു. അകത്തിരുന്ന ആ പെൺകുട്ടി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പെൺകുട്ടി മുഗീറ പോരാനിറങ്ങിയപ്പോൾ മുഗീറയെ വിളിച്ചിട്ട് പെൺകുട്ടി പറഞ്ഞു, നിങ്ങളെ റസൂല് പറഞ്ഞു വിട്ടതാണെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടിട്ട് പോകണം, എന്റെ മാതാപിതാക്കളുടെ വിലക്ക് നിങ്ങൾ കണക്കാക്കണ്ട, റസൂല് പറഞ്ഞതല്ലേ കണ്ടോളാം. അങ്ങനെ അവര് തമ്മിൽ കാണുകയും ആ വിവാഹം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പെണ്ണ് കാണുക എന്നുള്ളതൊരു സുന്നത്തായ ചടങ്ങാണ്. ഇമാം അഷ്അസ് പറയുന്നുണ്ട്, കാണാതെ നടക്കുന്ന വിവാഹങ്ങൾ ദുഃഖത്തിൽ അവസാനിക്കും. ഇന്നിപ്പോ വിദേശത്തൊക്കെയുള്ള ആളുകൾ ഫോട്ടോ കണ്ട് വിവാഹം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോ കോൾ നടത്തിയിട്ട് വിവാഹം ചെയ്യുന്നുണ്ട്. അതൊന്നും ഒരു അവസാന വാക്കല്ല. നേരിട്ട് കാണുമ്പോഴാണ് ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് ഒരു സ്ത്രീക്കും ഒരു പുരുഷനും എത്താൻ കഴിയുക. ഈ കാണുക എന്നുള്ളത് വൺ സൈഡുമല്ല. നമ്മൾ സാധാരണ പറയുന്നത് പെണ്ണ് കാണുക എന്നാണെങ്കിലും അത് സത്യത്തിൽ പരസ്പരം കാണുക എന്നുള്ളതാണ്. പെണ്ണിന് ചെറുക്കനെയും കാണാം, അവന് ഇവളെയും കാണണം. അങ്ങനെ പരസ്പരം കണ്ടിഷ്ടപ്പെടുമ്പോഴാണ് ഒരു കല്യാണത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് എത്തിപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ആയിഷാബിയെ കല്യാണം ആലോചിച്ച സമയത്ത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയിഷാ ബിവിയെ സ്വപ്നത്തിൽ കൊണ്ടുവന്നു പ്രവാചകന്റെ അടുക്കൽ. ഒരു പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് സ്വപ്നത്തിൽ കൊണ്ടുവന്ന് നബിയുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങയ്ക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്ന, അങ്ങ് വിവാഹം കഴിക്കാൻ പോകുന്നൊരു പെണ്ണാണിത് എന്ന് പറഞ്ഞ് ആയിഷാ ബിവിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, അള്ളാഹുവിന്റെ തീരുമാനം നടക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളാണ് ആയിഷാ ബിവി. പ്രവാചകന്റെ സന്തത സഹചാരിയും കൂട്ടുകാരനുമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകളായിട്ട് കൂടി ആ ഒരു ചടങ്ങ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിൽ പോലും പ്രവാചകനെ ആയിഷാ ബിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ട് അതൊരു സുന്നത്തായ ചടങ്ങാണ്. അത് കൃത്യമായി നടന്നാൽ മാത്രമാണ് വിവാഹ ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും, ആ വിവാഹ ജീവിതത്തിന് കൃത്യമായ ഒരു തുടർച്ചയും ഉണ്ടായിത്തീരുക. അത് നേരിട്ട് കാണുമ്പോൾ അറിയിച്ച് കാണണമെന്നില്ല, ഒളിച്ചിരുന്നും കാണുന്നതിന് തെറ്റില്ല. കോളേജ് വിട്ട് വരുമ്പോ എവിടെയെങ്കിലും മാറി നിന്ന് കാണുക, അതും തെറ്റില്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിക്കാൻ ആലോചിച്ച പെണ്ണിനെ മരച്ചുവട്ടിൽ ഒളിച്ചിരുന്നാണ് ഞാൻ കണ്ടത്. അങ്ങനെയാണ് ഞാൻ അവളെ കണ്ടത്, അങ്ങനെയാണ് വിവാഹം കഴിച്ചത്. അതും തെറ്റില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പരസ്യപ്പെടുത്തരുത്, പറഞ്ഞു നടക്കരുത്. സൗന്ദര്യം എന്ന് പറയുന്ന ആപേക്ഷികമാണ്.
ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തൊരു പെൺകുട്ടിയെ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാം. അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ മനോവികാരം, ഒരു പെൺകുട്ടിയെ മാനസികമായി വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് മാത്രം അത് പറഞ്ഞ് നമ്മൾ ആ ബന്ധത്തിൽ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് പറഞ്ഞൊരിക്കലും നടക്കരുത്. പെണ്ണ് കാണാൻ പോകുന്നവർ ഒരു കണ്ണാടി കൂടി കൊണ്ടുപോകണമെന്ന് കുഞ്ഞുണ്ണി മാഷ് പറയാറുണ്ട്. നിങ്ങൾ പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കണ്ണാടി കൊണ്ടുപോകണം നിങ്ങൾ കൂടെ. നിങ്ങളുടെ മുഖമൊന്നും നിങ്ങൾ ആദ്യം നോക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സൗന്ദര്യം നിങ്ങൾക്കാണോ പെണ്ണിനാണോ കൂടുതലെന്ന്. അതുകൊണ്ട് കേവല തൊലിവെളുപ്പല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. സൗന്ദര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനസ്സിന്റെ സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് ശരിക്കും ശറഅ് കാണാൻ അനുവദിച്ചത് 2 ഭാഗങ്ങളാണ്. ഒരു സ്ത്രീ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ 3 മദ്ഹബിന്റെയും 4 മദ്ഹബിന്റെയും ഇമാമിങ്ങൾ പറഞ്ഞത് ഒരു പെൺകുട്ടിയിൽ നിന്ന് കാണാൻ 2 ഭാഗമാണ് അനുവദിക്കപ്പെട്ടത്. ഒന്ന് മുഖമാണ്, മറ്റൊന്ന് മുൻകൈയാണ്. മുഖവും മുൻകൈയും മാത്രമേ കാണാൻ പറ്റൂ. ഒരു സ്ത്രീയുടെ മുഖം കാണുമ്പോൾ അവളുടെ സൗന്ദര്യം മനസ്സിലാകും. മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. അതുകൊണ്ട് സൗന്ദര്യം മനസ്സിലാകും, സ്വഭാവവും ഏകദേശം മനസ്സിലാകും. കൈ കണ്ടു കഴിഞ്ഞാൽ, മുൻകൈ കണ്ടു കഴിഞ്ഞാൽ അവളുടെ ശരീരത്തിന്റെ ആകൃതി മനസ്സിലാകും. അപ്പൊ സൗന്ദര്യവും വൈരൂപ്യം കാണാൻ മുഖം കണ്ടാൽ മതി, ശരീരത്തിന്റെ ആകൃതി കാണാൻ മനസ്സിലാക്കാൻ ഒരു പെണ്ണിന്റെ മുൻകൈ കണ്ടാൽ മതി. അത്രമാത്രമേ കാണാൻ പാടുള്ളൂ. എന്നാൽ പോലും വേറെ ചില ഇമാമിങ്ങൾ, ദാവൂദ് ലാഹിരി എന്ന് പറയുന്ന പ്രത്യേക ഒരു ഇമാമുണ്ട്, ദാവൂദ് ലാഹിരി. അദ്ദേഹം ഒരു പ്രത്യേക മദ്ഹബ്, ഹിജ്റ 270 വഫാത്തായ ഇമാം ഷാഫിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട പ്രമുഖനായ ഒരു പണ്ഡിതാണ് ഇമാം ദാവൂദ് ലാഹിരി. അദ്ദേഹത്തിന്റെ മദ്ഹബ്, ഒരു പ്രത്യേക മദ്ഹബ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ മദ്ഹബിന്റെ പ്രത്യേകത ഖുർആൻ ഹദീസിന്റെ പ്രത്യക്ഷാർത്ഥം മാത്രം മനസ്സിലാക്കി അതിൽ നിന്ന് നിയമം പിടിക്കുന്ന ഒരു ഇമാമാണ് ഇമാം ദാവൂദ് ലാഹിരി. ഖുർആൻ പ്രത്യക്ഷത്തിൽ എന്തു പറഞ്ഞു അതാണ് നിയമം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ മദ്ഹബിന്റെ ഇമാമിങ്ങളുമായി. അദ്ദേഹം മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു ഭിന്നാഭിപ്രായം പറഞ്ഞത്. അതുപോലെ ഇമാം ഔസാഇയും അവർ പറയുന്നത് മുഖവും കയ്യും എന്നുള്ളത് ഏതൊരു സ്ത്രീയുടെയും കാണാൻ അനുവദിക്കപ്പെട്ടതാണ്. മുഖവും കയ്യും ഔറത്തല്ല. അതുകൊണ്ട് വിവാഹം ആലോചിക്കുന്ന ഒരു പെണ്ണിന്റെ അതിലുപരി കാണാം അവരുടെ മഹറമുകളായ മാതാപിതാക്കൾ, സഹോദരങ്ങളുടെ അടുക്കൽ ഒരു പെണ്ണ് പ്രത്യക്ഷപ്പെടുന്ന രൂപത്തിൽ ഒരു പെണ്ണിനെ വിവാഹം ആലോചിക്കുന്ന ഒരാൾക്ക് കാണാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് ഇമാം ദാവൂദ് ലാഹിരിയെപ്പോലുള്ള, ഇമാം ഔസാഇയെപ്പോലുള്ള പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഏതായിരുന്നാലും കാണുക എന്നൊരു ചടങ്ങ് അത് പല രീതിയിലുണ്ടാകും. ഇന്നത്തെ നമ്മുടെ ചടങ്ങുകൾ വളരെ വികൃതമാണ്. വികൃതമായ ചില പെണ്ണുകാണലുകളാണ് ഇന്ന് നടക്കുന്നത്. അതൊന്നുമല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. വൈക്കം മുഹമ്മദ് പെണ്ണ് കാണാൻ വേണ്ടി പോയൊരു സംഭവം അദ്ദേഹം കഥ പറയുന്നുണ്ട്. MT വാസുദേവൻ നായരോടൊപ്പമാണ് വൈക്കം മുഹമ്മദ് പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ ചെന്നു പേര് ചോദിച്ചപ്പോ പറഞ്ഞു ഫാത്തിമ ബീവി എന്നാണ് പേരെന്ന് പറഞ്ഞു. ഒരു പേപ്പർ എടുത്തുകൊണ്ടുവരാൻ വേണ്ടി MT പറഞ്ഞു. ആ പേപ്പർ കൊണ്ടുവന്നപ്പോൾ ഫാത്തിമ ബീവി എന്ന് MT തന്റെ കൈപ്പടയിൽ എഴുതിയിട്ട് MT ആ തീ വെട്ടിക്കളഞ്ഞു. അപ്പൊ എന്തായി? ഫാബി എന്നായി. ഫാത്തിമ ബീവി എന്നുള്ളത് ഫാബി എന്നായി. എന്നിട്ട് ബഷീറിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചു. ബഷീർ പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പെണ്ണിനെയും ഇഷ്ടപ്പെട്ടു, പേരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബഷീറിന്റെ ഭാര്യ ഫാബി ബഷീറായി മാറിയത്. അതൊരു പെണ്ണ് കാണല്ല. യേശുദാസ് പെണ്ണു കാണാൻ പോയ കാര്യം അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്. ഞാനൊരിക്കൽ പാട്ടിന് പോയൊരു സ്ഥലത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്നൊരു 5 രൂപ നോട്ടിന്റെ വെള്ളയിൽ ഒരു എഴുത്തുമായി ഒരാൾ എന്റെ അടുക്കൽ വന്നു. ആ വെള്ളയിൽ എഴുതിയിരിക്കുന്നത് ആ പാട്ട് ഒന്നുകൂടി പാടണമെന്നായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു ആരാണ് ആ 5 രൂപയുടെ നോട്ട് കൊടുത്തു വിട്ടത്. എപ്പോൾ എന്റെ ഭാര്യയായിരുന്നു. ഞാൻ ഒന്നുകൂടി പാടി 5 രൂപ നോട്ട് കണ്ട നെഞ്ചു പൊട്ടി പെണ്ണേന്നും പറഞ്ഞൊരു പാട്ട് പാടിയെന്ന് യേശുദാസ് പറയുന്നത്. ഓരോരുത്തരുടെയും പെണ്ണ് കാണൽ രീതി വ്യത്യസ്തമാണ്. ഇതൊന്നും നമുക്ക് അനുകരിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. നമുക്ക് നിശ്ചയിക്കപ്പെട്ട രീതിയുണ്ട്. ആ രീതിയിലൂടെ സുന്നത്തായ ഒരു കാര്യം നമ്മൾ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമായ ഒരു കാര്യമായി കൂടി അത് മാറുകയാണ്. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അലി റളിയല്ലാഹു തആല അൻഹു തന്റെ മകൾ ഉമ്മു കുൽസൂമിനെ ഉമർ റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അലി റളിയല്ലാഹുവിന്റെ ഫാത്തിമ ബീവിയുള്ള മകളാണ് ഉമ്മു കുൽസൂം. 9 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ് പ്രായമുള്ളപ്പോൾ ഉമർ റളിയല്ലാഹു ആ പെൺകുട്ടിയെ കല്യാണം ആലോചിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഷിയാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷിയാക്കൾ പറയുന്നത് ഒരിക്കലും അലി റളിയല്ലാഹുവിന്റെ മകൾ ഉമ്മു കുൽസൂമിനെ ഉമർ റളിയല്ലാഹു കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് ഷിയാക്കൾ എന്ന് വിശ്വസിക്കുന്നത്. അത് രാഷ്ട്രീയമായ ഷിയാ സുന്നി വിവാദങ്ങളുടെ ഒരു ഭാഗമാണ്. അത് പോട്ടെ. അപ്പൊ കല്യാണം ആലോചിച്ചപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, ഉമറെ, വളരെ ചെറുപ്പമാണ് എന്റെ മകൾ, വേണമെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചു തരാം. ഞാൻ അവളെ നിന്റെ അടുക്കലേക്ക് വിടാം, നീ ഒന്ന് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ കല്യാണം കഴിച്ചു തരാം. ചെന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മു കുൽസൂമിന്റെ വസ്ത്രം ഇങ്ങനെ മാറ്റിയിട്ട് കണങ്കാലിന്റെ വെള്ള നോക്കുന്നുണ്ട്.
കണങ്കാലിന്റെ വെള്ളം നോക്കുന്നുണ്ട് വസ്ത്രം മാറ്റിയിട്ട്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞൊരു വാക്കുണ്ട്, ഉമ്മു കുൽസും പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ അമീറുൽ മുഅ്മിനീൻ അല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണ് ഞാൻ അടിച്ചു പൊട്ടിക്കുമായിരുന്നു. എന്റെ വസ്ത്രം നിങ്ങൾ മാറ്റി നോക്കിയതിന്, എന്റെ കണങ്കാല് കാണാൻ ശ്രമിച്ചത്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ കാണേണ്ട ഭാഗം എവിടെയെന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. കയ്യും മുഖവുമാണ് ഒരു പെണ്ണിൽ നിന്നും കണ്ടിട്ട്. ഏതായാലും വിവാഹം നടന്നു. മുകുൽസുമിനെ ഉമർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുകയും ചെയ്തിട്ട് ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ശിയാക്കളുടെ വിശ്വാസമല്ല വിഷയത്തിൽ ശരിയെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും കാണാൻ കഴിയില്ല. കയ്യും മുഖവുമാണ് ഒരു പുരുഷനെ കാണാൻ കഴിയുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ പെണ്ണുങ്ങളെ അയച്ചും കാണണം. സ്ത്രീകളെ പറഞ്ഞുവിടണം, അതും സുന്നത്താണ്. സ്ത്രീകളെയും പറഞ്ഞുവിടണം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവിടുന്നുണ്ട് ഒരു പെണ്ണിന്റെ അടുക്കലേക്ക്. അപ്പോൾ പ്രവാചകൻ പ്രത്യേകം പറയുന്നുണ്ട്, ഉമ്മു സുലൈം, നീ ആ പെണ്ണിന്റെ അടുക്കൽ ചെന്നാൽ അവളുടെ കണങ്കാലിന്റെ മടമ്പുകാലിന്റെ പിൻഭാഗത്തെ ഞരമ്പുകൾ നോക്കണം. പ്രത്യേകം പറയണം, ഒരു പെണ്ണിന്റെ ആരോഗ്യസ്ഥിതി അറിയാൻ വേണ്ടി കാലിന്റെ മടമ്പുകാലിന്റെ പിൻഭാഗത്തെ ഞരമ്പുകൾ പ്രത്യേകം നോക്കണം. ആ പെണ്ണിന്റെ നീ ആ പെണ്ണിന്റെ മുൻപല്ലുകൾ വാസനിച്ചു നോക്കണം. മുസ്ലിമിനോട് നബിയുടെ നിർദ്ദേശമാണ്. പല്ലിന് വാസനയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കൃത്യമായി നമ്മൾ കണ്ട് സ്ത്രീകളെ അയച്ച് നമ്മൾക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് ഒരു വിവാഹത്തിലേക്ക് കിടക്കേണ്ടത്, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടും. കൃത്യമായി കാണാതെ നടക്കുന്ന നിക്കാഹുകൾ പലതും പരാജയപ്പെടാനാണ് പതിവുള്ളത്. അതുകൊണ്ടാണ് കുഞ്ഞായി മുസ്ലിയാരുടെ വിവാഹം പരാജയപ്പെടാൻ കാരണം അതാണെന്ന് പറയുന്നത്. കുഞ്ഞായി മുസ്ലിയാർ എന്ന് പറയുന്ന നമ്മൾ ചരിത്ര കഥാകാരൻ എന്നാ പറയും. സത്യത്തിൽ കുഞ്ഞായി മുസ്ലിയാർ ഒരു ചരിത്ര പുരുഷനാണ്. അദ്ദേഹം തലശ്ശേരി പള്ളിയിൽ കബറടക്കപ്പെട്ട, തലശ്ശേരി പള്ളിയുടെ പരിസരത്ത് കബറടക്കപ്പെട്ട കേരളം കണ്ട വലിയൊരു പണ്ഡിതനും വലിയൊരു പ്രബോധകനുമായിരുന്നു കുഞ്ഞായി മുസ്ലിയാർ. മങ്ങാട്ടച്ചന്റെ സഹകാരിയും സുഹൃത്തുമാണ്. അദ്ദേഹം ഒരു ഹാസ്യ കഥാപാത്രം കൂടിയായിട്ടാണ് അദ്ദേഹത്തെ ചിത്രീകരിക്കപ്പെടുന്നത്. സത്യത്തിൽ അദ്ദേഹമാണ് നൂൽമാല എന്ന് പറയുന്ന പ്രവാചക മദ്ഹ് കാവ്യം എഴുതിയുണ്ടാക്കിയ ആൾ കുഞ്ഞായി മുസ്ലിയാരാണ്. കപ്പപ്പാട്ട് രചിച്ചയാൾ കുഞ്ഞായി മുസ്ലിയാരാണ്. നൂൽമാല സാമൂതിരിയാണ് പ്രസിദ്ധീകരിച്ചത്. സാമൂതിരിയുടെ ചെലവിലാണ് നൂൽമാല പ്രസിദ്ധീകരിച്ചത്. അത്ര വലിയ പ്രവാചക കാവ്യമായിരുന്നു അറബി മലയാളത്തിൽ നൂൽമാല എന്ന് പറയുന്നത്. അതിന്റെ രചയിതാവാണ് കുഞ്ഞായി മുസ്ലിയാർ. ചരിത്രത്തിൽ ഒരുപാട് വികൃതികൾ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം പൊന്നാനിയിൽ പഠിക്കാൻ വന്ന സമയത്ത് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അടുക്കൽ പഠിക്കാൻ വേണ്ടി വന്നു കുഞ്ഞായി മുസ്ലിയാർ. തലശ്ശേരിക്കാരനാണ്. 4 വർഷം പഠനം കഴിഞ്ഞപ്പോൾ കുഞ്ഞായി മുസ്ലിയാരുടെ ഈ ബുദ്ധി കണ്ടിട്ട് അവിടുത്തെ പല നാട്ടുമൂപ്പന്മാരും മകളെ വിവാഹം ആലോചിച്ചു. പലരും വിവാഹം ആലോചിച്ചു വന്നു, മഖ്ദൂമിനെ സമീപിച്ചു. അന്ന് അവിടെ ജീവിച്ചിരുന്ന വലിയൊരു പണക്കാരനായിരുന്നു ആനക്കണ്ടി അലവി ഹാജി. ആനക്കണ്ടി അലവി ഹാജി വലിയ സമ്പന്നനാണ്. അദ്ദേഹം മഖ്ദൂമിനോട് പറഞ്ഞു, കുഞ്ഞായിനെ എന്റെ മകൾക്ക് നിക്കാഹ് തൊടുത്ത് തന്ന താല്പര്യമുണ്ട്. മഖ്ദൂം കുഞ്ഞായിനെ വിളിച്ചു പറഞ്ഞു, നിനക്ക് വേണ്ടി ആനക്കണ്ടി അലവി ഹാജി മകളെ കല്യാണം ആലോചിക്കാന്ന് പറയുന്നുണ്ട്, എന്തു പറയുന്നു എന്ന് ചോദിച്ചു. കുറച്ചുനേരം ആലോചിച്ചിട്ട് കുഞ്ഞായി മുസ്ലിയാർ അതിന് സമ്മതം മൂളി. കുഞ്ഞായി മുസ്ലിയാർ ഒരു ഡിമാൻഡ് വെച്ച്, എനിക്കൊന്ന് കാണണം പെണ്ണിനെ, കല്യാണം കഴിക്കുമ്പോൾ ഒന്ന് കാണണം. പക്ഷെ അലവി ഹാജി സമ്മതിച്ചില്ല. കാരണം അക്കാലഘട്ടത്തിൽ വലിയ ഉന്നത കുടുംബങ്ങളിൽപ്പെട്ട പെണ്ണുങ്ങളെയൊന്നും പെണ്ണ് കാണാൻ അനുവദിക്കുന്ന രീതി മലബാറിൽ ഉണ്ടായിരുന്നില്ല. തന്നെയല്ല, ഒരാൾ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആ പെണ്ണിന് കല്യാണം ആലോചിച്ച് വേറെ ആരും വരികയുമില്ല. അതുകൊണ്ട് അലവി ഹാജി കാണാൻ സമ്മതിച്ചില്ല. പക്ഷെ കുഞ്ഞായി മുസ്ലിയാർ നിർബന്ധം പിടിച്ചു, കണ്ടാലേ ഞാൻ നിങ്ങളുടെ വിവാഹം കഴിക്കൂ, മകളെ വിവാഹം കഴിക്കൂ. നിർബന്ധത്തിന് വഴങ്ങി അവസാനം കാണാൻ സമ്മതിച്ചു. പക്ഷെ നേരിട്ട് കാണാനല്ല, വീട്ടിലേക്ക് വരാൻ പറ്റൂല. പൊന്നാനി പള്ളിയിൽ ആണ്ടുനേർച്ച നടക്കുന്ന ദിവസം ആളുകളെല്ലാം നേർച്ച വസ്തുക്കളുമായി പള്ളിയിലേക്ക് ഇങ്ങനെ ഘോഷയാത്ര നടത്തും ഒരു ദിവസം. അന്ന് അത് കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ റോഡരികിൽ നിൽക്കും. അലവി ഹാജി പറഞ്ഞു, എന്റെ മകളും അന്ന് എന്റെ വീടിന്റെ മുന്നിലുണ്ടാകും, മകളെ പരിചയപ്പെടുത്താൻ ഒരാളെ ഞാൻ ഏർപ്പാടാക്കി തരാം, അങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വരണ്ടാന്ന്. അങ്ങനെ പൊന്നാനി പള്ളിയിൽ ആണ്ടുനേർച്ച ദിവസം ഘോഷയാത്ര പള്ളിയിലേക്ക് വരുമ്പോൾ കുഞ്ഞായി മുസ്ലിയാരും പരിചയപ്പെടുത്താൻ ഏൽപ്പിച്ചയാളും കൂടെ കൂടി അന്ന് അലവി ഹാജിയുടെ വീടിന്റെ മുന്നിൽ മതിലിൽ കയറി നിന്ന് ഈ മകള് നിൽക്കുന്നുണ്ട്. കുഞ്ഞായിനെ കാണിച്ചു കൊടുത്തു. കുഞ്ഞായി മുസ്ലിയാർക്ക് ഇഷ്ടപ്പെട്ടു, നല്ല മുഖം. കുഞ്ഞായിൻ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. ആ വിവാഹം നടന്നു. പക്ഷെ ആദ്യ രാത്രി തന്റെ റൂമിലേക്ക് വന്നപ്പോഴാണ് കുഞ്ഞായി മുസ്ലിയാർ തിരിച്ചറിഞ്ഞത് പെണ്ണിന്റെ മുഖം സൗന്ദര്യമുള്ളതാണെങ്കിലും കാലിലും അന്താണെന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങളെ അയച്ചു നോക്കണം, കാലിന്റെ പിൻഭാഗം പൊത്തി നോക്കണം, മുൻപല്ല് മണത്തു നോക്കണം എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞ ഹദീസിന്റെ പ്രസക്തി മനസ്സിലാക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഏതായിരുന്നാലും നിക്കാഹ് കഴിഞ്ഞുപോയി. ഇനി കുഞ്ഞായി മുസ്ലിയാർക്ക് ഇതിന്റെ അകത്ത് രക്ഷപ്പെടണം. അതിനെന്താണ് വഴി? ആദ്യമായിട്ടാണ് ഒരു അബദ്ധത്തിൽ ജീവിതത്തിൽ കുഞ്ഞായി മുസ്ലിയാർ പെടുന്നത്. അദ്ദേഹം 4 ദിവസത്തെ അവധി ചോദിച്ച്, മഖ്ദൂമിനോട് അവധി ചോദിച്ച്, ഭാര്യ വീട്ടുകാരോട് അവധി ചോദിച്ച് തലശ്ശേരി നാട്ടിലേക്ക് പോയി. നാട്ടിൽ ചെന്ന് 2 പേരെ കണ്ട് ഈ ഊരാക്കുടുക്കിൽ രക്ഷപ്പെടാനുള്ള ഹിക്മത്ത് ആസൂത്രണം ചെയ്ത് തിരിച്ചു വന്നു. 4 ദിവസം കഴിഞ്ഞ് കൃത്യമായി വന്നപ്പോ ഭർത്തൃ വീട്ടിലേക്ക് സന്തോഷമായി. പുതിയാപ്പിള കൃത്യ ദിവസം പറഞ്ഞ ദിവസം തിരിച്ചു വന്നിട്ടുണ്ട്. കുഞ്ഞായി മുസ്ലിയാർ 4-ാം ദിവസം 5-ാം ദിവസം ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴാണ് 2 പേര് വന്ന്
വാതിൽക്കൽ മുട്ടി. വീട്ടുകാരൻ കുഞ്ഞായി മുസ്ലിയാർ അമ്മാച്ചൻ ഇറങ്ങിച്ചെന്നു. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞായി മുസ്ലിയാർ വരുന്നത്. കുഞ്ഞായിനെ കണ്ടപ്പോൾ രണ്ടുപേരും പറഞ്ഞു, അല്ല, നീ എന്നാണ് മുടി വടിക്കാനും താടി വടിക്കാനുമായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കാമായിരുന്നു, സുന്നത്തുകൂടി ചെയ്യേണ്ടതല്ലേ, നീ എന്നാ വരിക, തിങ്കളാഴ്ച വരുമോ എന്നാ ചോദിക്കുന്നത്. അപ്പോഴാണ് അലവി ഹാജിക്ക് മനസ്സിലായത് പെട്ടുപോയി, തന്റെ മകളെ വിവാഹം ചെയ്തുകൊടുത്തിരിക്കുന്ന ഒരു ബാർബർ ഒസാനക്കാണെന്ന് അപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. സത്യത്തിൽ സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിൽ പടർന്നു പിടിച്ചൊരു അന്ധവിശ്വാസമാണ് ഒസാൻമാര് അല്ലെങ്കിൽ ബാർബർമാർക്ക് എന്തൊക്കെ ഒരു അയിത്തമുണ്ടെന്നുള്ളൊരു വിശ്വാസം. ഒരടിസ്ഥാനവും അതിനില്ല. അവരുമായി ബന്ധപ്പെട്ട ഒരു അത്തരത്തിലൊരു അയിത്തം പരിശുദ്ധ ഇസ്ലാമിലില്ല. പക്ഷെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഈ രണ്ടുപേരെ ചട്ടം കെട്ടിയത് ഇവിടെ വന്ന് മാർക്കം ചെയ്യാൻ വേണ്ടി കുഞ്ഞായിനെ വിളിക്കണമെന്നാണ് ചട്ടം കെട്ടിയത്. അവരതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അലവി ഹാജിക്ക് താൻ പെട്ടു എന്ന് മനസ്സിലായി. ഉടനെ അലവി ഹാജി ഇനി വിവാഹബന്ധം വേർപ്പെടുത്തണം. സൈനുദ്ദീൻ മഖ്ദൂമിനെ സമീപിച്ചു. മഖ്ദൂമിനോട് ഈ കാര്യം പറഞ്ഞില്ല, എനിക്ക് അവന് പറ്റൂല, എനിക്ക് വിവാഹബന്ധം വേർപ്പെടുത്തണം. മഹദൂം കുഞ്ഞായിനെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞായിനെ ആ ബന്ധം വേർപ്പെടുത്തുന്ന പറഞ്ഞു. കുഞ്ഞായും പറഞ്ഞു, ഞാൻ കെട്ടിയ പെണ്ണിനെ മൊഴി ചൊല്ലുന്ന പ്രശ്നമേ ഇല്ല, ഞാൻ മൊഴി ചൊല്ലൂല. അവസാനം നാട്ടുമധ്യസ്ഥത കൂടി അവസാനം കുഞ്ഞായി സമ്മതിച്ചു, വലിയൊരു തുക നഷ്ടപരിഹാരം തരികയാണെങ്കിൽ ഞാൻ മൊഴി ചൊല്ലാം. അങ്ങനെ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുകയും വലിയൊരു സംഖ്യ നഷ്ടപരിഹാരമായി നേടുകയും ചെയ്തു എന്നാണ് കുഞ്ഞായി മുസ്ലിയാരുടെ ചരിത്രത്തിൽ പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, കാണാതെ വിവാഹം കഴിച്ചാൽ സംഭവിക്കുന്ന അബദ്ധങ്ങളിലേക്കാണ് ഈ സംഭവങ്ങളൊക്കെ വിലച്ചൂട്ടുന്നത്. അതുകൊണ്ട് പെണ്ണ് കാണുക എന്നുള്ളത് പ്രബലമായൊരു സുന്നത്താണ്. രണ്ടാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് വിവാഹത്തിന്റെ നിശ്ചയമാണ്. ഈ രണ്ട് കാര്യങ്ങളെ ഇസ്ലാമിലുള്ളൂ. വിവാഹത്തിനൊരു നിശ്ചയം വേണം, ആ നിശ്ചയത്തിനൊരു ഖുത്ബ ഓതണം. ഇതൊന്നും നമുക്ക് പരിചയമില്ലാത്തൊരു ഏർപ്പാടാണ്. നിക്കാഹിന്റെ ഖുത്ബ നമ്മൾ കേട്ടിട്ടുണ്ട്. വിവാഹ നിശ്ചയമുണ്ട്, നിശ്ചയത്തിനൊരു ഖുത്ബയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ വിവാഹം കഴിച്ചു. അന്ന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് അബൂതാലിബാണ്. അബൂതാലിബാണ് ഖുത്ബ ഓതുന്നത്. അന്ന് അബൂതാലിബ് ഓതിയ ഖുത്ബ ഇന്നും കിതാബുകളിൽ കാണാം. ഞങ്ങളുടെ മുഹമ്മദ് അവന് പകരക്കാരനില്ലാത്തവനാണ്. അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞിട്ട് അബൂതാലിബ് ഖുത്ബ, അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഇബ്രാഹിമിന്റെ പരമ്പരയിൽ നമ്മളെ പെടുത്തി, ഇസ്മായിലിന്റെ കുടുംബത്തിൽ പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഞങ്ങളുടെ പുതിയാപ്പള മുഹമ്മദ് അവൻ വൈങ്കാന ഖലീലൽ മാലി, അവന് സമ്പത്ത് കുറവാണെങ്കിലും സമ്പത്തില്ലെങ്കിലും അവന് തുല്യനായ ഒരു ചെറുപ്പക്കാരൻ മക്കയിലില്ല എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അബൂതാലിബ് ഖുത്ബ ഓതുന്നത്. അതുകൊണ്ട് വിവാഹ നിശ്ചയം സുന്നത്താണ്, അതിന് ഒരു ഖുത്ബയും സുന്നത്താണ്. അത് രണ്ടും സുന്നത്തായ ചടങ്ങുകളാണ്. അതിലുപരി ഒരു സുന്നത്തായ ഒരു കാര്യവും ഇതിനു മുമ്പില്ല നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നേരായ രീതിയിൽ ശരീഅത്തനുസരിച്ച് ജീവിക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.